ഇതൊരു ലിപ്സ്റ്റിക് ഇട്ട ഒരു ലുക്കും തരും, ഇടാത്ത ഒരു ലുക്കും തരും. നോൺ മേക്കപ്പ് ലുക്കിനും നമുക്കിത് പെർഫെക്റ്റ് ആയിരിക്കും ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്. എനിക്ക് പേഴ്സണലി എനിക്ക് നോൺ മേക്കപ്പ് ലുക്കിൽ ഇത് വരുമെന്ന് വെച്ചാൽ ഇച്ചിരി അത്യാവശ്യം ഗ്രാൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രാൻഡ് ആവും, മീൻസ് ഒരുപാട് ഗ്രാൻഡ് ആവുകയും ചെയ്യരുത്. അങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. എനിക്ക് ലിപ്സ്റ്റിക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പം അങ്ങനെ ഡ്രസ്സിനനുസരിച്ച് ഇടുന്നവരുണ്ട്. എപ്പോഴും ന്യൂഡ് മേക്കപ്പ് ഡ്രസ്സിനനുസരിച്ച് ഏത് ഡ്രസ്സിന് വേണമെങ്കിലും സൂട്ടാവും. പുറത്ത് പോയാലും ഒരുപാട് മേക്കപ്പ് ചെയ്തൊരു ലുക്ക് തോന്നത്തില്ല. എനിക്ക് മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മേക്കപ്പ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്താൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് മേക്കപ്പ്. കുറച്ചും കൂടെ അടുത്ത് വെക്കണമായിരുന്നു ഇല്ലേ ക്യാമറ, എന്നാലേ കറക്റ്റ് ഫിനിഷിങ് എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളായിരുന്നു. ഓവർ മേക്കപ്പ് ആണെന്ന് വെച്ചാൽ ഓവർ മേക്കപ്പും അല്ല, മേക്കപ്പ് ഉണ്ടെന്ന് വെച്ചാൽ മേക്കപ്പ്. അപ്പം നമ്മളിതിൽ മേക്കപ്പിൻ്റെ എപ്പോഴും ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കളർ, നമ്മുടെ ഷെയ്ഡിനുള്ള ഫൗണ്ടേഷൻ നമ്മൾ ഫസ്റ്റ് കടയിൽ പോയി തന്നെ സെലക്ട് ചെയ്തെടുക്കുക. എന്നാലേ നമുക്ക് കറക്റ്റ് മേക്കപ്പ് കളർ, കൈയുടെ കളർ ഒരിക്കലും നോക്കിയെടുക്കരുത്. എപ്പോഴും നമ്മുടെ നോക്കിയെടുക്കേണ്ടത് കരുത്തിൻ്റെ ഷെയ്ഡോ അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴെ ഇവിടുത്തെ ഷെയ്ഡോ നോക്കി, ഇതാണ് നമ്മുടെ ഒറിജിനൽ കളർ, ആ കളറിൻ്റെ ഷെയ്ഡ് നോക്കി വേണം എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങാം. പിന്നെ കൺസീലർ എപ്പോഴും മിക്സ് ചെയ്യുന്ന ഒരു കൺസീലർ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മിക്സ് ചെയ്ത് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് മിക്സ് ചെയ്ത് പഠിച്ചാൽ മതി. നമുക്ക് മാക്സിമം ഷെയ്ഡ് മിക്സ് ചെയ്തിടുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ അതേ കണക്ക് തന്നെ കൺസീലറും പോയി കടയിൽ ചെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങാം. പിന്നെ വെയിലത്തിറങ്ങുന്നവരാണെങ്കിൽ ഒരു ഷെയ്ഡ്